ദേശീയ വിദ്യാഭ്യാസ നയത്തോടുള്ള അവഗണന തുടർന്ന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ്. ദേശീയ വിദ്യാഭ്യാസ വകുപ്പിന്റെ പല പരിപാടികളും നിർദ്ദേശങ്ങളും കേരളത്തിൽ പാലിക്കുന്നില്ല എന്നാണ് പരാതി. ദേശീയ വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച പ്ലാസ്റ്റിക് വിരുദ്ധ വെബിനാറിൽ പങ്കെടുക്കാനുള്ള അറിയിപ്പ് പരിപാടി നടക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് മാത്രമാണ് സ്കൂളിലെ പ്രധാന അധ്യാപകർക്ക് ലഭിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ദേശീയ വിദ്യാഭ്യാസ വകുപ്പ് പ്ലാസ്റ്റിക് വിരുദ്ധ വെബിനാർ സംഘടിപ്പിച്ചത്. എന്നാൽ വെബിനാറിൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പങ്കെടുപ്പിക്കാതിരിക്കാനുള്ള ശ്രമമാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് പുറത്തുവരുന്ന വിവരം. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്ന വിഷയത്തിൽ ജൂൺ 4 തീയതി 11:45 മുതൽ 12:45 വരെയാണ് ദേശീയ വെബിനാർ സംഘടിപ്പിച്ചത്. വെബിനാറിൽ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ വെബിനാർ അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് പല സ്കൂളുകൾക്കും ഈ നോട്ടീസ് ലഭിച്ചത്. 11:15 ആരംഭിക്കുന്ന ആ വെബിനാറിൽ പങ്കെടുക്കാനുള്ള അറിയിപ്പ് കേരള സർക്കാർ ഇന്ന് വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകർക്കും അതേപോലെ തന്നെ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും ഒക്കെ കൈമാറിയിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ്. ദേശീയ വെബിനാർ കഴിഞ്ഞതിന് ശേഷമാണ് ഈ അറിയിപ്പ് കേരളത്തിൽ നൽകിയിട്ടുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദേശീയ തലത്തിലുള്ള വിദ്യാഭ്യാസ ക്രമത്തോട് മുഖംതിരിഞ്ഞു നിൽക്കുന്ന കേരള സർക്കാരിൻ്റെ സമീപനമാണ്. ഈ തരത്തിൽ ദേശീയ വിദ്യാഭ്യാസം കേരളത്തിൽ നടപ്പാക്കാതെയും കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിനോട് മുഖംതിരിഞ്ഞു നിൽക്കുന്നത് മൂലവും കേരളത്തിലെ കുട്ടികളുടെ എണ്ണം നാൾക്കുനാൾ കുറഞ്ഞു വരികയാണ്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇത്തരം നിലപാടുകൾ കൊണ്ടാണ് സർക്കാർ സ്കൂളുകളിൽ ഓരോ വർഷവും കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് വരുന്നതെന്ന ആരോപണവും ശക്തമാവുകയാണ്. ജനം, കോഴിക്കോട്.